ഹായ് ഫ്രണ്ട്സ്, സിവിൽ വൈസറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പാർട്ട് 2 ആണ്. ആദ്യ ക്ലാസ് കാണാൻ സാധിക്കാത്തവർ മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പാർട്ട് 1 ക്ലാസ് കണ്ടതിന് ശേഷം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് മെക്കാനിക്സ് അല്ലെങ്കിൽ ലോ ഓഫ് മെക്കാനിക്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫീൽഡ് പ്രോബ്ലത്തിൽ ലോ ഓഫ് മെക്കാനിക്സിൻ്റെ അപ്ലിക്കേഷനെയാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത് എന്ന്. 6 ലോ ഓഫ് മെക്കാനിക്സ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിലാദ്യം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? A body to be in state of rest or uniform motion until acted upon by an external unbalanced force. അതായത് ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ കൊടുക്കുന്നത് വരെ അത് അതിൻ്റെ റെസ്റ്റിലോ യൂണിഫോം മോഷനിലോ തുടരുന്നതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ? ഫുട്ബോൾ കാണാത്തവരായിട്ട് ആരുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ? ഒരു ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു ഫുട്ബോൾ നമുക്ക് കൺസിഡർ ചെയ്യാം. പുറമേ നിന്നുള്ള ഫോഴ്സ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ആ ബോൾ റെസ്റ്റിൽ തന്നെ തുടരും. അങ്ങനെ ഇരിക്കെ ഒരു പ്ലെയർ വന്ന് ഫുട്ബോളിൽ കിക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫുട്ബോളിനകത്തേക്ക് നമ്മളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുകയാണല്ലേ. തുടർന്ന് എന്ത് സംഭവിക്കും? ഫുട്ബോൾ റെസ്റ്റിൽ നിന്നും മോഷനിലേക്ക് വരും. ആ മോഷനിൽ തന്നെ ഫുട്ബോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് കോൺസ്റ്റൻറ്റ് സ്പീഡിലും ഡയറക്ഷനിലും. ഏതുവരെ? ആ ഫുട്ബോൾ ഗോൾ പോസ്റ്റിൽ വന്നടിച്ച് അത് വീണ്ടും റെസ്റ്റിൽ വരുന്നത് വരെ. ആ സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? വീണ്ടും മോഷനിലിരിക്കുന്ന ആ ഫുട്ബോളിന് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്ത് അതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരികയാണല്ലേ. ഇതൊരു നല്ല എക്സാമ്പിളായിട്ട് നമുക്ക് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷന് പറയാമല്ലോ. പറയാം. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള ടേമാണ് ഇനേഷ്യ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിഫൈൻ ചെയ്യുന്നതാണ് ഇനേഷ്യയെ. അപ്പോൾ എന്താണ് ഇനേഷ്യ? ഒരു ടെൻഡൻസി ഓഫ് എ ബോഡിയാണല്ലേ. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് റെസ്റ്റിൽ തന്നെ തുടരാനും മോഷനിലുള്ള ഒരു ബോഡിക്ക് അതേ യൂണിഫോം മോഷനിൽ തന്നെ തുടരാനുമുള്ള ടെൻഡൻസിയാണ് നമ്മൾ ഇനേഷ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഇവിടെ നമ്മൾ 300 കിലോഗ്രാമും 30 കിലോഗ്രാമും മാസുള്ള 2 ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുകയാണ്. 300 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റിന് കൂടുതൽ ഇനേഷ്യ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മോഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരികയും ചെയ്യും അല്ലേ. അതുപോലെ 30 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റിന് കമ്പാരിറ്റീവ്ലി ഇനേഷ്യ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മോഷൻ ചേഞ്ച് ചെയ്യാൻ കുറവ് ഫോഴ്സ് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനാണ്. എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ദ ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലീനിയർ മൊമെൻറ്റം എന്നാണ് പറയുന്നത്. മൊമെൻറ്റം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാസിൻ്റെ വെലോസിറ്റി ആണല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് വെച്ചാലോ, ചേഞ്ച് ഇൻ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ടൈം. P1 P2 എന്നീ 2 മൊമെൻറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ ടൈം, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഇതിൽ നിന്നും P2 മൈനസ് P1ന് മാസിൻ്റെ വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F ഈക്വൽസ് ma എന്ന് നമുക്ക് കിട്ടും. ഫോഴ്സ് ഈക്വൽസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ഫോഴ്സിന് ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നത് ഏത് ലോ ആണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണല്ലേ. ഇവിടെയും ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. m മാസുള്ള ഒരു ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊരു ആക്സിലറേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ബോഡി മൂവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂടും. കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നെങ്കിലോ കൂടുതൽ ആക്സിലറേഷൻ ഡെവലപ്പ് ആവും.
അതുവഴി കൂടുതൽ സ്പീഡിൽ മൂവ്മെൻ്റ് ഉണ്ടാവും. അടുത്തതായിട്ട് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷനാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷനിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ലോ ആണല്ലേ ഇത്. ഈ ലോ പറയുന്നത് എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇവിടെ എക്സാമ്പിളായിട്ട് ഒരു ആനിമേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരാൾ ഒരു തോണിയിൽ കരയിലേക്ക് വരികയാണ്. കരയിലെത്താറാവുന്ന സമയത്ത് അദ്ദേഹം തോണിയിലേക്ക് ഒരു ആക്ഷൻ കൊടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവുന്നു. അത് മുഖേന അദ്ദേഹം കരയിലേക്ക് എത്തുന്നതും കാണാം. അതുപോലെ തന്നെ കാറ്റ് നിറച്ച ഒരു ബലൂൺ റിലീസ് ചെയ്യുന്നത്, റീകോയിൽ ഓഫ് ഗൺ, ഇതൊക്കെ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനാണ്. എവറി ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ഒബ്ജക്റ്റ് വിത്ത് എ ഫോഴ്സ് ഡയറക്റ്റഡ് അലോങ് ദ ലൈൻ ഓഫ് സെൻറ്റേഴ്സ് for the two objects that is proportional to the product of their masses and inversely proportional to the square of the separation between two objects. പ്രപഞ്ചത്തിലെ എല്ലാ ഒബ്ജക്റ്റും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലേ. ഇവിടെ നമ്മൾ M1 M2 മാസുള്ള രണ്ട് ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുന്നു. അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ F1 F2 എന്നിങ്ങനെയാണ്. ഈ രണ്ട് ഒബ്ജക്റ്റും തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് r ആണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് F1 ഈക്വൽ ടു F2 പ്രപ്പോർഷണൽ ടു M1 ഇൻറ്റു M2 ഡിവൈഡഡ് ബൈ r² ആണ്. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് G. ജിയുടെ വാല്യൂ 6.675 ഇൻറ്റു 10⁻⁻11 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് സ്ക്വയർ പെർ കിലോഗ്രാം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വാല്യൂ എല്ലാവരും ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ജി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ മാറും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഒബ്ജക്റ്റ് F1 ഈക്വൽസ് F2 ഈക്വൽസ് G ഇൻറ്റു M1 ഇൻറ്റു M2 ഡിവൈഡഡ് ബൈ r² എന്നതായി മാറും. അടുത്ത ലോ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ഫോഴ്സ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് അലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ ദ ബോഡി. ബോഡി ഈസ് കൺസിഡേർഡ് ഷുഡ് ബി റിജിഡ്. റിജിഡ് ബോഡിയിൽ മാത്രമേ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുന്നു. അതിൽ എ ബി എന്നീ രണ്ട് പോയിന്റിലൂടെയാണ് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ കടന്നു പോകുന്നതെന്ന് കരുതുക. ഈ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്താലും എനിക്ക് സെയിം എഫക്റ്റ് ആണ് ലഭിക്കുക. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. 6 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് മെക്കാനിക്സിൽ 5 എണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായി അവസാനത്തെ ലോ ആണ് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. PSC എക്സാമുകളിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് two forces P and Q can be represented in magnitude and direction by two adjacent sides of a parallelogram. Then its resultant is given by the diagonal passing through point of intersection of those forces represented in magnitude and direction. ഇവിടെ OACB എന്ന ഒരു പാരലലോഗ്രാം കൺസിഡർ ചെയ്യുവാണ്. OA സൈഡിൽ P എന്ന ഫോഴ്സും OB സൈഡിൽ Q എന്ന ഫോഴ്സും തീറ്റ ആംഗിളിൽ ആക്ട് ചെയ്യുന്നുവെങ്കിൽ ഈ രണ്ട് ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് അതിൻ്റെ ഡയഗണലിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. ദെർഫോർ റിസൾട്ടൻ്റ് R ഈക്വൽസ് റൂട്ട് ഓഫ് P² പ്ലസ് Q² പ്ലസ് 2PQ കോസ് തീറ്റ. ഫോഴ്സ് Pയും റിസൾട്ടൻ്റ് Rഉം തമ്മിലുള്ള ആംഗിളാണ് ആൽഫ. ടാൻ ആൽഫ ഈക്വൽസ് Q സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ P പ്ലസ് Q കോസ് തീറ്റ എന്നുള്ള ഒരു ഇക്വേഷൻ കൂടി പഠിച്ചു വെച്ചേക്കുക. ആൽഫ കാണുന്നതിന് വേണ്ടി ടാൻ ഇൻവേഴ്സ് Q സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ P പ്ലസ് Q കോസ് തീറ്റ എടുത്താൽ മതിയാവും.
മാക്സിമം റിസൾട്ടൻ്റ് കിട്ടാൻ തീറ്റ എത്ര ഡിഗ്രി ആവണം? 0 ഡിഗ്രി ആവണം അല്ലേ? അപ്പോൾ പിയും ക്യൂവും ഒരേ ലൈൻ ഓഫ് ആക്ഷനിൽ വരും. ദെൻ റിസൾട്ടൻ്റ് ആർ ഈക്വൽസ് പി പ്ലസ് ക്യൂ. അതുപോലെ തന്നെ മിനിമം റിസൾട്ടൻ്റ് കിട്ടുന്നതിന് വേണ്ടി തീറ്റ 180 ഡിഗ്രി ആവണം. ദെൻ റിസൾട്ടൻ്റ് ആർ ഈക്വൽസ് പി മൈനസ് ക്യൂ എന്നും ലഭിക്കും. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കണ്ടത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഡൗട്ടുകളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. സെഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് നിങ്ങളുടെ സജഷൻസ് ആൻഡ് സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. എല്ലാവർക്കും ഉപയോഗപ്രദമായ മറ്റൊരു സെക്ഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പഠിച്ച് മുന്നേറാം സിവിൽ വൈസറിനൊപ്പം.